പോത്തുണ്ടി ചെമ്മന്തോട് ജംഗ്ഷനിൽ നിരവധി പേർക്ക് തണലേകുന്ന ആൽമരം നശിപ്പിക്കാൻ ശ്രമം. പ്രതിഷേധവുമായി ജനകീയ സമിതി. മഴക്കാലത്ത് ആൽമരം തളിരിടേണ്ടതിനു പകരം ഇലപൊഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് നാട്ടുകാർ പരിശോധിച്ചത്. സാമൂഹ്യവിരുദ്ധർ ആൽമരം നശിപ്പിക്കുന്നതിനായി മരത്തിനു ചുറ്റും വിഷവസ്തു തളിച്ചതായാണ് ആളുകൾ പറയുന്നത്. ഒരു മരവും ഒരു മൂച്ചിയുമാണ് ചെമ്മന്തോടിൻ്റെ തന്നെ ഐശ്വര്യം. ആ ആൽമരത്തിനെ ഉണക്കാൻ വേണ്ടിയിട്ട് ആരാ ശ്രമിച്ചതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ശ്രമിച്ചത് ആരായാലും അത് തെറ്റ് തന്നെയാണ്. മരത്തിൽ ആസിഡും മറ്റ് മാരകമായ എന്തോ ഒഴിച്ചിട്ട് അതിനെ ഉണക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. അത് നാട്ടുകാരെ ഇടപെട്ട് തടുക്കണം എന്നും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റുള്ളവരും നടപടിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ ശക്തമായിട്ട് ഇങ്ങനെ ഒരാളും ഇങ്ങനെ ചെയ്തത്, ഒരു മരത്തിൽ ഒരാളും ഒരു പ്രകൃതി സ്നേഹിയും ഒരു മരം നട്ടു വളർത്തേണ്ട സമയത്ത് ഇതുപോലെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ആരായാലും ഇത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നമ്മൾ പരാതി കൊടുത്തിരിക്കുകയാണ്. മരത്തിന്റെ ഒരു വശം ഉണങ്ങിയിട്ടുണ്ട്. ഓട്ടോ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ തണൽ മരമായി നിലകൊള്ളുന്നതാണ് വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ആൽമരം. നമ്മുടെ പുരാണങ്ങളിൽ പോലും ഒരു മരം 10 പുത്രന്മാർക്ക് സമം എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ആ സംവിധാനം നിലനിൽക്കെ ഇവിടെ ഒരു ആൽമരം, ഒരു 100 വർഷം 1000 വർഷം നിൽക്കുന്ന ആൽമരത്തിനെ ഈ തരത്തിൽ നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അത് ശരിയല്ല. അതവരുടെ അവസാനത്തെ സംവിധാനമായിരിക്കും. അത് പ്രകൃതി തന്നെ അവർക്ക് നല്ല തക്കതായ ശിക്ഷ കൊടുക്കുമെന്നാണ് വിശ്വാസ സമൂഹം നമുക്ക് പറയാനുള്ളത്. ഇതിനെതിരെ നിയമപരമായിട്ട് നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് പറയാനുള്ളത്. ആൽമരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പഞ്ചായത്തിനും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മെഴുകുതിരി കൊളുത്തി പ്രതിഷേധവും പ്രകടിപ്പിച്ചിരുന്നു. വിഷയത്തിൽ അന്വേഷണം വേണമെന്നും മരം നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു കൂട്ടം ആളുകളാണ് ഇതിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. സത്യത്തിൽ ഒരുപാട് ആ ഒരു പരിസ്ഥിതി 26.5% വനങ്ങളുണ്ട് എന്നാണ് സത്യത്തിൽ ഒരു കണക്കുകൾ പറയുന്നതെങ്കിൽ അതൊരു സാറ്റലൈറ്റ് കണക്കാണ്. ഇപ്പോൾ 5% മാത്രമാണ് നമ്മുടെ കേരളത്തിലെ വനങ്ങളുള്ളത്. എവിടെ നോക്കിയാലും സാറ്റലൈറ്റ് നോക്കിയാൽ മരങ്ങൾ എന്നുള്ളത് കാണാം. പക്ഷേ യഥാർത്ഥ വനങ്ങൾ എന്ന് പറയുന്നത് 5% താഴെ മാത്രമാണ് എന്നുള്ളൊരു സത്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നെല്ലിയാമ്പതിയിൽ ഒരു ചില്ലിക്കൊമ്പൻ എന്ന് പറയുന്നൊരു കാട്ടാന ചരിഞ്ഞ സമയത്ത് നമ്മൾ ഏറ്റവും ദർശിക്കാൻ പറ്റിയത് ഇതുവരെയായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കാണാത്ത ഏറ്റവും വലിയൊരു വ്യത്യസ്തത കാണാൻ പറ്റി. കാരണം ഒരു കാട്ടാന ചരിഞ്ഞപ്പോൾ അതിനെ സ്നേഹിക്കുന്ന ആളുകളെ കാണാൻ പറ്റി. അതിനുവേണ്ടി രംഗത്തിറങ്ങിയ, അതിനുവേണ്ടി പ്രണാമം അർപ്പിച്ചുകൊണ്ടൊരു ജാഥ വരെ നമുക്ക് കാണാൻ പറ്റിയ ഒരു കാട്ടാനയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നാം ആയിരക്കണക്കിന് കാട്ടാനകൾ ചരിയുന്നുണ്ട്, എന്തുകൊണ്ട് ഇതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയും മനുഷ്യനും, ഈ പറയുന്ന ആനയും മനുഷ്യനും തമ്മിൽ, വന്യജീവികളും മനുഷ്യനും തമ്മിലൊരു ബന്ധം. അതുപോലെ തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത്, ഓരോ മരങ്ങളും മനുഷ്യനും തമ്മിലൊരു ബന്ധം ഒരു കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാവുകൾ എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടായിരുന്നത്. കാവുകൾ എന്ന് പറയുന്നത് വെറുമൊരു കല്ല് മാത്രമല്ല, ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ആ മരത്തെ സംരക്ഷിക്കുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾക്കുണ്ടായിരുന്നു. ആ കാവുകളില്ലാതായി, മരങ്ങളില്ലാതായി, നമ്മുടെ പ്രകൃതി തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. കാരണം ഈ ഒരു കൂട്ടായ്മ, ഈ ജനങ്ങളുടേതായിട്ടുള്ളൊരു കൂട്ടായ്മ അതിന് ഏറ്റവും വലിയ, കാരണം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു തെളിവായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ പകരം ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട്, വൃക്ഷ ആയുർവേദ ചികിത്സ ചെയ്തുകൊണ്ട് ശരിയാക്കാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.